അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എപ്പോഴൊക്കെ ഇന്ത്യൻ ടീം പരാജയപ്പെടുന്നുവോ അപ്പോഴൊക്കെ ടീം സെലക്ഷനെക്കുറിച്ചുള്ള ചർച്ചകളും വിമർശനങ്ങളും സ്വാഭാവികമായും ഉയർന്നു വരാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ഇന്ത്യയുടെ തോൽവിയും അതിനു പിന്നാലെയുണ്ടായ സെലക്ഷൻ വിവാദങ്ങളും. 3 മത്സരങ്ങളടങ്ങിയ നിർണായകമായ ഏകദിന പരമ്പര 2-1 എന്ന നിലയിൽ ഇന്ത്യ കൈവിട്ടതോടെ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കടുത്ത വിമർശനങ്ങളുടെ നടുവിലാണ്. ഈ പരമ്പരയിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയോ പരാജയമോ എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ അത് കൃത്യമായ റൺ റേറ്റ് നിയന്ത്രിക്കാൻ സാധിക്കാത്തതും മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയാത്തതുമാണെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ക്രിക്കറ്റ് ആരാധകരെയും മുൻ താരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ച മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ലോകോത്തര നിലവാരമുള്ള റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11-ൽ കളിപ്പിക്കാതെ ബെഞ്ചിലിരുത്തിയ തീരുമാനമാണ്. മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു താരത്തെ ഇത്തരത്തിൽ അവഗണിച്ചത് ടീമിന്റെ തന്ത്രപരമായ വലിയൊരു വീഴ്ചയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആധുനിക ക്രിക്കറ്റിൽ ഒരേസമയം അറ്റാക്കിംഗ് ഗെയിമും ബാറ്റിംഗ് ഡെപ്തും ഒരേപോലെ കൊണ്ടു നടക്കുക എന്നത് ഓരോ ടീമിന്റെയും പ്രധാന ലക്ഷ്യമാണ്. ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീം പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളും ഈ പാതയിലുള്ളതാണ്. ലോവർ ഓർഡറിൽ ബാറ്റിംഗ് കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പെഷ്യലിസ്റ്റ് ബൗളർമാരുടെ എണ്ണം കുറച്ച് ഓൾറൗണ്ടർമാരെ ടീമിൽ കുത്തിനിറയ്ക്കുന്ന സമീപനമാണ് ഗംഭീർ സ്വീകരിച്ചത്. ബാറ്റിംഗ് നിരയ്ക്ക് ആഴം കൂട്ടുക എന്നത് വലിയ സ്കോറുകൾ പിന്തുടരുമ്പോഴും പടുത്തുയർത്തുമ്പോഴും ഗുണം ചെയ്യണമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഈ തന്ത്രം നടപ്പിലാക്കുന്നതിനിടയിൽ ബൗളിംഗ് യൂണിറ്റിന്റെ മൂർച്ച കൂട്ടുന്നതിൽ ടീം മാനേജ്മെന്റിന് ഗുരുതരമായ പിഴവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തു പകരാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുടെ സേവനം ഒഴിവാക്കിക്കൊണ്ട് ഓൾറൗണ്ടർമാരെ ആശ്രയിച്ച ഗംഭീറിന്റെയും ഗില്ലിന്റെയും നീക്കം പൂർണ്ണമായും പാളുന്നതാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. ഈ വിചിത്രമായ തീരുമാനത്തിനെതിരെ മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും പ്രമുഖ കമന്റേറ്ററുമായ ദീപ്ദാസ് ഗുപ്ത ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി സംവാദിക്കവെയാണ് അദ്ദേഹം ഗംഭീറിന്റെയും ഗില്ലിന്റെയും സെലക്ഷൻ രീതികളെ തുറന്നുകാട്ടിയത്. കുൽദീപ് യാദവ് പോലുള്ള ഒരു കളിക്കാരനെ ബെഞ്ചിലിരുത്തിയത് ഇന്ത്യൻ ടീമിന് എത്രത്തോളം നഷ്ടം വരുന്നു എന്നത് അദ്ദേഹം കൃത്യമായി വിശകലനം ചെയ്തു. ദീപ്ദാസ് ഗുപ്തയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുൽദീപ് യാദവ് തീർച്ചയായും ആദ്യ 11-ൽ കളിക്കേണ്ട കളിക്കാരനാണ്. വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിൽ 3 സ്പിന്നർമാരെ കളിപ്പിച്ചാലും 4 സ്പിന്നർമാരെ കളിപ്പിച്ചാലും കുൽദീപ് ആ സംഘത്തിൽ തീർച്ചയായും ഉണ്ടാകണം. ഇംഗ്ലണ്ടിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ മികച്ച പന്തേറ് കണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെയുണ്ടായിരുന്ന ടീം സെലക്ടർമാർക്കോ മാനേജ്മെന്റിനോ മാത്രം അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് 11 മുതൽ 40 വരെയുള്ള മധ്യ ഓവറുകൾ. ഈ ഘട്ടത്തിലാണ് സാധാരണയായി റൺ നിരക്ക് നിയന്ത്രിക്കുകയും വിക്കറ്റുകൾ വീഴ്ത്തി എതിരാളികളുടെ നടുവൊടിക്കുകയും ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് പേഴ്സർമാർക്ക് പന്ത് പഴയതാകുമ്പോൾ അധികം സ്വിംഗ് മൂവ്മെന്റോ കണ്ടെത്താൻ സാധിക്കാത്ത ഇത്തരം സാഹചര്യങ്ങളിലാണ് സ്പിന്നർമാരുടെ റോഡ് ഏറ്റവും വലുതാകുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിന് എതിരായ പരമ്പരയിൽ ഇന്ത്യ ഈ മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ സാധിക്കാതെ വരികയും എതിർ ബാറ്റർമാർ അനായാസം റൺസ് അടിച്ചുകൂട്ടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. റൺസ് വിട്ടുകൊടുക്കാതെ സമ്മർദ്ദം ചെലുത്താൻ കുൽദീപിനെ പോലൊരു അറ്റാക്കിംഗ് സ്പിന്നർ ഉണ്ടായിരുന്നെങ്കിൽ മത്സരങ്ങളുടെ ഗതി തന്നെ മാറിയേനെ. വിക്കറ്റ് വീഴ്ത്താനുള്ള കുൽദീപിന്റെ കഴിവ് പലതവണ ഇന്ത്യയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരകയറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചിട്ടില്ലെങ്കിലും കുൽദീപ് യാദവ് തന്റെ കളി മികവ് മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. നിലവിൽ ഇംഗ്ലണ്ടിൽ യോർക്ക്ഷയറിന് വേണ്ടി വൺഡേ കപ്പും മറ്റ് ആഭ്യന്തര മത്സരങ്ങളിലും കളിച്ചുകൊണ്ടിരിക്കുന്ന കുൽദീപ് മികച്ച ഫോമിലാണുള്ളത്. വിദേശ പിച്ചുകളിലെ ബാറ്റിംഗ് ബൗളിംഗ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും തന്റെ റിസ്പിൻ മായാജാലം കൂടുതൽ മൂർച്ചയുള്ളതാക്കാനും ഈ കൗണ്ടി മത്സരങ്ങൾ അദ്ദേഹത്തെ ഏറെ സഹായിക്കുന്നുണ്ട്. തന്റെ ഫോം നഷ്ടപ്പെടുത്താതെയും കളിയിൽ സജീവമായി നിൽക്കുമ്പോഴും ദേശീയ ടീമിൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെടുന്നത് ഏതു കളിക്കാരന്റെയും മാനസികാവസ്ഥയെ ബാധിച്ചേക്കാം. എങ്കിലും ഒരു പ്രൊഫഷണൽ താരമെന്ന നിലയിൽ തന്റെ കഠിനാധ്വാനം തുടരുകയാണ് കുൽദീപ്. യോർക്ക്ഷയറിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ക്രിക്കറ്റ് വിദഗ്ധരെയും ആരാധകരെയും വലിയ പ്രശംസ പിടിച്ചുപറ്റുന്നുണ്ട്. ഇംഗ്ലണ്ട് പരമ്പരയിലെ പരാജയത്തിനു ശേഷം ഇന്ത്യൻ ടീം അടുത്തായി ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. പിൻപിച്ചുകൾക്ക് പേരുകേട്ട ശ്രീലങ്കൻ സാഹചര്യങ്ങളിൽ കുൽദീപ് യാദവിനെ പോലൊരു വേൾഡ് ക്ലാസ് സ്പിന്നറുടെ സാന്നിധ്യം ഇന്ത്യക്ക് അനിവാര്യമാണ്. ഇംഗ്ലണ്ടിൽ വരുത്തിയ തെറ്റുകളും തന്ത്രപരമായ പിഴവുകളും ശ്രീലങ്കയിൽ ആവർത്തിക്കാതിരിക്കാൻ ഗൗതം ഗംഭീറും ശുഭ്മാൻ ഗില്ലും തയ്യാറാകണമെന്നാണ് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നത്. ശ്രീലങ്കൻ പര്യടനത്തിൽ 3-4 സ്പിന്നർമാരെ കളിപ്പിച്ചാൽ പോലും ആ കൂട്ടത്തിൽ കുൽദീപ് യാദവിന് പ്ലേയിങ് 11-ൽ ഉറപ്പായും സ്ഥാനം ലഭിക്കേണ്ടതുണ്ട്. അടിച്ചമർത്തപ്പെട്ട പ്രതിഭകൾക്ക് വീണ്ടും അവസരം നൽകി ടീമിനെ വിജയ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് തയ്യാറാകണം. വെറുമൊരു ഓൾറൗണ്ടർ എന്ന നിലപാടിൽ നിന്ന് മാറി മികച്ച സ്പെഷ്യലിസ്റ്റുകളെ ഉപയോഗിക്കുക എന്ന പരമ്പരാഗത ക്രിക്കറ്റ് ശൈലിയിലേക്ക് ഇന്ത്യ തിരികെ നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പരമ്പരയിലെ തോൽവി കൊണ്ട് അവസാനിക്കുന്നതല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെങ്കിലും
ആ തോൽവിയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ വളരെ വലുതാണ്. സെലക്ഷൻ തലത്തിലുള്ള അബദ്ധങ്ങളും കോച്ചിന്റെ ചില കടുംപിടുത്തങ്ങളും ടീമിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് ഇംഗ്ലണ്ട് പരമ്പര നമ്മളെ പഠിപ്പിച്ചു. കുൽദീപ് യാദവിനെ പോലൊരു മാച്ച് വിന്നറെ ബെഞ്ചിലിരുത്തി പരീക്ഷണം നടത്തിയതിന്റെ വിലയാണ് ഇന്ത്യ പരമ്പര കൈവിട്ടതിലൂടെ നൽകിയത്. ഇനിയുള്ള മത്സരങ്ങളിലും ഈ തെറ്റുകൾ തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. യോർക്ക്ഷയറിനു വേണ്ടി മികച്ച ഫോമിൽ കളിക്കുന്ന കുൽദീപ് യാദവ് വരാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യൻ ജേഴ്സിയിൽ കളിയിലിറങ്ങുമെന്നും തന്റെ മാതൃക സ്പിൻ പന്തുകളിലൂടെ ടീമിന്റെ വിജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഏതായാലും ഗംഭീർ ഗിൽ കൂട്ടുകെട്ട് ഈ വിവാദങ്ങളിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളുമെന്നത് വരും പരമ്പരയിലെ ടീം സെലക്ഷൻ വ്യക്തമാക്കും.